കള്ളക്കുറിച്ചി മേഖലയിൽ വിഷമദ്യം കഴിച്ച് മരിച്ചവരുടെ എണ്ണം 49ആയി. 89 പേർ കൂടി വിവിധ ആശുപത്രികളിൽ ചികിത്സയിലാണ്. വിവരങ്ങളുമായി അരുൺ ചേരുകയാണ് ന്യൂസ് ഡെസ്കിൽ നിന്ന്. അരുൺ, ഗുഡ് മോർണിംഗ്. അത്ര ശുഭകരമായ വാർത്തയല്ല. മരണസംഖ്യ ഉയരുന്നൊരു സാഹചര്യമാണ്. 49 ആയി കൂടിയിരിക്കുന്ന മരണസംഖ്യ. അതോടൊപ്പം തന്നെ 80-ലധികം പേർ ചികിത്സയിലാണ്. ഇതിൽ പലരും വെന്റിലേറ്ററിലടക്കം കഴിയുന്ന ഒരു സാഹചര്യമാണ് എന്നൊക്കെ മനസ്സിലാക്കുന്നു. വലിയ ആശങ്കയുടെ മണിക്കൂറുകളിൽ കൂടി തന്നെയാണല്ലേ കള്ളക്കുറിച്ചി കടന്നു പോകുന്നത്? ഗുഡ് മോർണിംഗ് അഞ്ജന. എന്തായാലും വളരെ ആശങ്കാജനകമായ വാർത്ത തന്നെയാണ് നമ്മുടെ അയൽ സംസ്ഥാനമായ തമിഴ്നാട്ടിലെ കള്ളക്കുറിച്ചി ജില്ലയിൽ നിന്നും പുറത്തു വരുന്നത്. നേരത്തെ പറഞ്ഞതിൽ നിന്ന് ഒരാളുടെ മരണസംഖ്യ കൂടി ഉയർന്നിട്ടുണ്ട്. ഇതോടെ ആകെ മരണമടഞ്ഞവരുടെ മരണസംഖ്യ 50ആയി ഉയർന്നിട്ടുണ്ട്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട വിവരമെന്ന് പറയുന്നത് 24 പേരുടെ നില ഇപ്പോഴും ഗുരുതരമായി തുടരുകയാണ്. ആകെ 124 പേരാണ് ഇങ്ങനെ ഈ കരുണാപുരം മേഖല, കള്ളക്കുറിച്ചി ജില്ലയിലെ കരുണാപുരം മേഖലയിൽ 18-ാം തീയതി നടന്ന ഒരു സംസ്കാര ചടങ്ങിൽ വിഷമദ്യം കഴിച്ച് വളരെ ഗുരുതരമായ ഒരു അവസ്ഥയിലേക്ക് എത്തിയത്. തൊട്ടടുത്ത ദിവസങ്ങളിൽ നിരവധി പേർ ചികിത്സ തേടി എത്തുകയും ചെയ്തു. ഭൂരിഭാഗം പേർക്കും ചികിത്സ സമയത്തിന് ലഭിക്കാതെ മരണമടഞ്ഞ ഏകദേശം 15 മുതൽ 20ഓളം പേർ അങ്ങനെയുമുണ്ട്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് ഏറ്റവും പുതിയ ഒരു വാർത്ത എന്ന് പറഞ്ഞാൽ ഇതിലെ പ്രധാന പ്രതികളിൽ ഒരാളായ ചിന്നദുരയെ പോലീസ് പിടികൂടിയിട്ടുണ്ട്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഗുരുതരമായ ഒരു വിഷയമെന്ന് പറഞ്ഞാൽ കഴിഞ്ഞ വർഷം മരക്കാനം എന്ന് പറയുന്ന സ്ഥലത്ത് തമിഴ്നാട്ടിൽ കഴിഞ്ഞ വർഷം ഇതേ മാസത്ത് ജൂൺ മാസത്തിൽ തമിഴ്നാട്ടിൽ വിഷമദ്യ ദുരന്തമുണ്ടായിരുന്നു. അന്ന് നിരവധി പേർക്ക് ജീവൻ നഷ്ടപ്പെടുകയും ചെയ്തിരുന്നു. എന്തായാലും ഇന്നലെ പിടിയിലായ കന്നുകുട്ടി എന്ന് പറയുന്ന ആൾ, ഇന്നലെ പ്രതികളിൽ ഒരാളായ കന്നുകുട്ടിയെ പോലീസ് പിടികൂടിയിരുന്നു. ഈ കന്നുകുട്ടി നൽകിയ വിവരത്തിൽ പോലീസ് ഞെട്ടിയിരിക്കുകയാണ്. കാരണം കഴിഞ്ഞ തവണ മരക്കാനയിലുണ്ടായ വ്യാജമദ്യ ദുരന്തത്തിൽ അന്ന് വ്യാജമദ്യം വിതരണം ചെയ്ത ആളിൽ നിന്നാണ് താൻ ചാരായം വാങ്ങിയത് എന്ന തരത്തിലുള്ള റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. എന്തായാലും ഇദ്ദേഹം ഇപ്പോഴും വ്യാജമദ്യവുമായി ബന്ധപ്പെട്ട് വിതരണം നടത്തുന്നു എന്നുള്ള ഞെട്ടിക്കുന്ന വിവരമാണ് ഇപ്പോൾ പോലീസിന് വിവരം ലഭിച്ചിരിക്കുന്നത്. എന്തായാലും പോലീസിൻ്റെ ഫോറൻസിക് ഡയറക്ടർ ഷൺമുഖം ഇന്നലെ സംഭവസ്ഥലത്തെത്തി ഈ വ്യാജമദ്യത്തിൻ്റെ സാമ്പിളുകളെല്ലാം പരിശോധിച്ചതിൽ എന്തായാലും വളരെ ആശങ്കപ്പെടുത്തുന്ന ഒരു സാഹചര്യം തന്നെയാണ് തമിഴ്നാട്ടിലെ കള്ളക്കുറിച്ചിയിലുള്ളത്. മരണസംഖ്യ വീണ്ടും ഉയർന്ന് 50ആയി എന്നാണ് മനസ്സിലാക്കുന്നത്. 89ഓളം പേർ ഇപ്പോഴും ചികിത്സയിൽ കഴിയുന്ന ഒരു സാഹചര്യമാണ്.